മന്ത്രി ഒ.ആർ. കേളുവിന്റെ പൈലറ്റ് വാഹനത്തിന് വഴിമാറിക്കൊടുക്കാത്തതിന് താലൂക്ക് സർവേയർക്കും മകനുമെതിരെ കേസ്. കേളകത്തെ പ്രീത് വർഗീസ്, മകൻ അഫിൽ എം പ്രീത് എന്നിവർക്കെതിരെയാണ് കേളകം പോലീസ് കേസെടുത്തത്. മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് വഴി കൊടുത്തില്ല എന്നും കുറുകെ നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചെന്നും കാറിൽ നിന്ന് ഇറങ്ങി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. ദീപക് മലയം വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ സർവേയർക്കും മകനുമെതിരെയാണ് കേസ്. എന്താണ് അറിയാനാകുന്നത്? മന്ത്രിയുടെ വാഹനത്തെ തടഞ്ഞു നിർത്തിയെന്നത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സ്മൃതി, ഇത് 2-ാം തീയതിയാണ് നടക്കുന്നത്. ഈ കേളകത്ത് നിന്ന് വയനാട്ടിലേക്ക് മാനന്തവാടി വഴി, അതായത് പാൽച്ചുരം വഴി മന്ത്രിയുടെ പൈലറ്റ് വാഹനം ഉൾപ്പെടെ കടന്നു പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് പാൽച്ചുരം 1-ാം വളവിലേക്ക് എത്തുന്ന സമയത്ത് മുഴക്കുന്ന ഗ്രേഡ് എസ് ഐ ആണ് പൈലറ്റ് ചുമതലയോടുകൂടി ആ പോലീസ് വാഹനത്തിലുണ്ടായിരുന്നത്. ആ വാഹനത്തിന്റെ മുൻപിലേക്ക് ഈ താലൂക്ക് സർവേയറും മകനും ഓടിച്ചിരുന്ന കാറ് കയറുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്നും കൃത്യമായി ആ പൈലറ്റ് വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ വഴി തടസ്സപ്പെടുത്തുകയും ഒപ്പം തന്നെ റോഡിന് കുറുകെ വാഹനം നിർത്തിക്കൊണ്ട് ആ വാഹനത്തിൽ നിന്നിറങ്ങി താലൂക്ക് സർവേയറും അദ്ദേഹത്തിന്റെ മകനും പോലീസുകാരോട് ഭീഷണി മുഴക്കി എന്നുള്ളതുമാണ് പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരത് ന്യായ സംഹിതയിലെ 126 (2) 285 കേരള പോലീസ് നിയമത്തിലെ 117(e), അതായത് വഴി തടസ്സപ്പെടുത്തുന്ന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേളകം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം വലിയ കുറ്റം എന്നുള്ള നിലയ്ക്കല്ല, 1 മാസത്തോളം ശിക്ഷയും അല്ലെങ്കിൽ 5000 രൂപയോളം പിഴയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പൈലറ്റ് വാഹനത്തിന് അരികു കൊടുക്കാത്തതും ഒപ്പം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കി എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എഫ്ഐആർ ഇടുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ താലൂക്ക് സർവേയറായിട്ടുള്ള പ്രീത് വർഗീസ്, അദ്ദേഹത്തിന്റെ മകൻ അഫിൽ എം പ്രീത് എന്നിവർക്കെതിരെയാണ് നിലവിൽ കേളകം പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.